ഇത് ഇമോഷണലിന്റെ മോളായിട്ട് കണക്റ്റഡ് ആണ്. ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടെയാണ്. അതെന്താണത്? അത് പറഞ്ഞു കൊടുക്ക. എന്താ ഈ പാട്ട് സെലക്ട് ചെയ്ത റീസണും എല്ലാം പറഞ്ഞോളൂ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇതിന് മുന്നേ എനിക്കൊരു കല്യാണം കഴിഞ്ഞൊരു 4 വർഷമായപ്പോഴാണ് കുട്ടികളായത്, പ്രഗ്നന്റ് ആയത്. ഞാൻ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിരുന്നു. എടുത്തപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെയും ട്രീറ്റ്മെന്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആയിട്ട് പിന്നെ ഞങ്ങൾ നിർത്തി. പിന്നെ അമ്പലവും വഴിപാടും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു കൊറോണക്കൊക്കെ മുന്നേ ഞാൻ പ്രഗ്നന്റ് ആയി ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ കൊറോണ സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. സ്കാനിങ്ങിന് പോവാനും എല്ലാത്തിനും. പോരാത്തിന് നമ്മളുടെ മെയിൻ ഇൻകം എന്ന് പറയുന്നത് പ്രോഗ്രാമാണ്. അപ്പോൾ പ്രോഗ്രാമിന് പോകാൻ പറ്റാത്തതും നമ്മളുടെ സേവിങ്സിൽ നിന്ന് എടുത്തിട്ടുള്ള അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ചങ്ങനെ പോയി. ഒരു 7 മാസം ഒക്കെ ആയ സമയത്ത് ഒരു ദിവസം രാത്രി ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ എന്റെ മോളോട് സംസാരിക്കും, നന്നായിട്ട് സംസാരിക്കുമായിരുന്നു. മോളപ്പം ഇങ്ങനെ അനങ്ങും. ഞാൻ വിളിക്കുമ്പോ തന്നെ ഇങ്ങനെ വരും, ഇങ്ങനെ ഓടി ഓടും. ഒരു ദിവസം രാത്രി ആയപ്പോ ഇങ്ങനെ ആൾക്ക് അനക്കൊന്നുമില്ല. കുറേ ഞാൻ വിളിച്ചിട്ടും അനങ്ങണില്ല. ഞാനിപ്പോ അച്ഛമ്മ പറഞ്ഞു മധുരം ഇട്ടിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അനങ്ങും എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു നോക്കി, എന്നിട്ടും അനങ്ങണില്ല. അത് കഴിഞ്ഞ് ഞാൻ ഡോക്ടറെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു അനക്കക്കുറവുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഡോക്ടർ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെന്നപ്പോഴാണ് പൊക്കിൾ കൂടി ചുറ്റി കിടക്കുകയാണ് ആള്. അനക്കം കുറവായിരുന്നു. അങ്ങനെ അവരെന്തൊക്കെയോ ചെയ്തിട്ട് ചെറിയ രീതിയിലൊക്കെ സ്കാനിങ് കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ ഇത് എന്നോട് ചേട്ടൻ പറഞ്ഞിരുന്നില്ല. ഞാനിതറിയാതെ യൂഷ്വലി നോർമൽ ഡെലിവറി ആവാനുള്ള തന്ത്രപ്പാടിലായിരുന്നു. പിന്നെയാണ് ആളത് ആ വിഷമമൊക്കെ അടക്കി പിടിച്ചിട്ടാണ് അന്ന് നോക്കിയിരുന്നത്. ആ മോളാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഇന്നെന്റെ മോളുടെ പിറന്നാളാണ്. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞി. ദൈവം കുറച്ച് വൈകിട്ടാണെങ്കിലും തൊട്ടടുത്ത് തന്നെ അടുത്തൊരു മോളും കൂടി എനിക്ക് ആയി. ആള് തൃഷിക. നല്ല പേര്. മോളുടെ പേരെന്താ? മൂത്ത മോളുടെ പേര് പറ. എന്തോ ശിവാരാധ്യ. കൊള്ളാം, അടിപൊളി. അപ്പൊ ഇപ്പൊ നമ്മ കേക്കില്ലേ? ഇപ്പൊ കേക്ക് സെലിബ്രേറ്റ് ചെയ്യണ്ടേ നമുക്ക്? എന്താ വിളിക്കൂ കേക്കിനെ? കേക്ക് വേണ്ടേ? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഭാഗ്യലക്ഷ്മി പാടുമ്പോഴത്തേക്ക് അർഷത ഇവിടുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്താണത്? ഈ പാട്ട് പേഴ്സണലി നല്ല ഇഷ്ടമാണ്. ചേച്ചി പിന്നെ ഓരോ സംഗതി ഇങ്ങനെ പാടുമ്പോൾ പാടാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നതിൻ്റെ വിഷമം ആൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു. ഓരോ സംഗതി ചേച്ചി ഇരുന്ന് പാടും. ഇവിടുന്ന് പറഞ്ഞിട്ട് പോയതാ, എനിക്ക് ഇച്ചിരി മോട്ടിവേഷൻ തരും, ഭയങ്കര ടെൻഷൻ തോന്നണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ ഇനിയിപ്പോ നമ്മുടെ പാട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ മുത്തേന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒറിജിനൽ പാട്ടും നമ്മുടെ പാട്ടും വരും. അപ്പോ നമ്മൾ അയ്യേ മോശമായി എന്ന് ആരും പറയരുത്, അങ്ങനെ വേണം പാടാൻ എന്ന് പറഞ്ഞു. ചേച്ചി അവിടെ പോയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പാടി ഇതാവുമ്പോ ഇന്നലെ ചേട്ടൻ ഒരുപാട് വിഷമിച്ചു. ഫസ്റ്റ് ചേച്ചി മിസ്സായപ്പോ ചേച്ചീനെ കഴിഞ്ഞും കൂടുതൽ ചേട്ടനായിരുന്നു സങ്കടം വന്നത്. അവർക്ക് നന്നായിട്ട് പാടുന്ന പക്ഷെ പാടാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴേ സങ്കടം വരിക. അപ്പൊ ചേട്ടന് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഓക്കെ എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. ചേച്ചിക്ക് ആ പാടാൻ പറ്റിയത് ചേട്ടനും സന്തോഷമായി. അങ്ങനെ രണ്ടുപേർക്കും മനസ്സ് നിറഞ്ഞല്ലോ, സന്തോഷം കൊണ്ടാ. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻസ്. അതെ, കഴിഞ്ഞ എപ്പിസോഡില് ഇപ്പൊ ശിവപ്രിയക്ക് 99 മാർക്സ് ഓടി വന്നു. ഒരിക്കലും കാണാത്തൊരു കാഴ്ച. തീർച്ചയായിട്ടും ഇതാ
പ്രേക്ഷകരെ നിങ്ങളൊക്കെ മനസ്സിലാക്കോ.